ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. റവയും നേന്ത്രപ്പഴവും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം. വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് നോക്കാം എങ്ങനെയാണ് എളുപ്പത്തിൽ ഈ സ്നാക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 2 നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ചേർത്താലും മതി. ഇനി അതുമില്ലെങ്കിൽ ഓയിൽ ഒഴിച്ചാലും മതിയാവും. പക്ഷേ നെയ്യൊക്കെ ചേർക്കുമ്പോഴാണ് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത്. ഇനി ഇതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കാം. 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ എടുത്തിട്ടുള്ള പഴത്തിൻ്റെ മധുരം കൂടെ നോക്കിയിട്ട് അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് കാഷ്യൂനട്ട് ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ നുറുക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓപ്ഷണലാണ്, ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഇത് കഴിക്കുമ്പോൾ നട്ട്സ് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിങ്ങനെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം, വഴറ്റിയെടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് വഴറ്റിയെടുക്കാം. അങ്ങനെ ഈ ഒരു മിക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ മെൽറ്റായി വന്നതായിരുന്നു. ഇപ്പോൾ ഡ്രൈ ആയി വന്നിട്ടുണ്ട് മിക്സ്. ഇനി നമുക്കിതങ്ങ് മാറ്റി വെക്കാം. സെയിം പാനിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. 5 ടേബിൾ സ്പൂൺ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. റോസ്റ്റഡ് റവയൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും. ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. റവ അങ്ങനെ ഇവിടെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബനാന മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. റവ ഇനി കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നോക്കിയിട്ടൊക്കെ ബാക്കി വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഏലക്കായ ചതച്ചത് ചേർക്കണം. ഞാനിവിടെ 3 ഏലക്കായ ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. മധുരമല്ലേ, അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ടോട്ടൽ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ 1 ടേബിൾ സ്പൂൺ കൂടെ പഞ്ചസാര, മധുരം കുറച്ച് കുറവായതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ കൂടെ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് അടച്ചു വെച്ചുകൊണ്ട് കുക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കാം. രണ്ട് 3 മിനിറ്റൊക്കെ മതി, ഇത് റെഡിയായി കിട്ടും. ഇതിപ്പോൾ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്, ഒട്ടും വെള്ളമില്ല. റവയാണെങ്കിൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുമുണ്ട്. പിന്നെ പഴം എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുള്ളതാണെങ്കിൽ കൂടുതൽ നല്ലത്, നല്ലവണ്ണം ഉടഞ്ഞു കിട്ടും. ഞാനിവിടെ ചെറിയ പുളിപ്പോട് കൂടിയ പഴമാണ്, അത്ര നന്നായിട്ട് പഴുക്കാത്ത പഴമാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇരിക്കുന്നത്. ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതിയാവും. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. കുറച്ച് ടൈമായിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിൽ നിന്നും ചെറിയ ചെറിയ ബോൾസ് എടുക്കാം. എന്നിട്ട് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. ബോൾസ് പോലെയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാനിവിടെ ഇതുപോലെ ഒരു ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. റവയും പഴവും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചിട്ട് ഇതൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സാധാരണ തേങ്ങ വെച്ചിട്ട് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ഒന്നും വെച്ചിട്ടും കോട്ട് ചെയ്തെടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്